ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വേഗം തന്നെ ചോറൊന്ന് ആവി കയറ്റി വെക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. പേട്ടനൊക്കെ 10 മണിയാവും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം അത് കേടായി പോകില്ലേ, അത്രയും സമയം നിൽക്കില്ലല്ലോ. അപ്പോൾ തിളപ്പിച്ച് വാർക്കുമ്പോൾ ഒരു വെള്ളം കിട്ടിയ പോലെ തോന്നും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആവി കയറ്റുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റും, മോനെത്തിയിട്ടും ഇല്ല. അപ്പോൾ ജനലൊക്കെ അടയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം പിന്നെ പുറത്തൊന്ന് പോയി നോക്കുമ്പോൾ നല്ല കാറ്റ്. അപ്പോൾ ജനലൊക്കെ വേഗം അടച്ചതാണ്. പിന്നെ മോന് സ്കൂളും വിട്ടിട്ട് ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ വന്നാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാട്ടോ പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ മുത്താറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുത്താറിയും പിന്നെ കോഴിമുട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുത്താറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് മില്ലിൽ നിന്ന് വാങ്ങിച്ച പൊടിയാട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ പാലും ഒഴിച്ച് ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട് മധുരത്തിന്. അതാണ് നല്ല കാച്ചിയിട്ട്, അതാകുമ്പോൾ നല്ലതാണല്ലോ, മുത്താറിയൊക്കെ നല്ലതല്ലേ ശരീരത്തിന്. അപ്പോൾ അത് കാച്ചിയെടുത്തതാണ്. പിന്നെ അപ്പോഴേക്കും തന്നെ അവനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളും വിട്ട് വന്നാൽ ഈ ടിഫിൻ ബോക്സ് കഴുകൂല. അപ്പോൾ ഞാൻ പറയും സ്കൂളിൽ നിന്ന് അത് കഴുകാണ്ട് കൊണ്ടുവന്നാൽ പുഴു വരും എന്ന് പറഞ്ഞിട്ട് പേടിയാണ് പുഴുവായി പോകുന്നതിന്. അപ്പോൾ അതുകൊണ്ട് എന്താക്കും വന്നവളം തന്നെ ടിഫിൻ ബോക്സ് അവിടെ കഴുകി വെക്കും. അപ്പോൾ ഞാൻ അപ്പോഴേക്കും അവന് കോഴിമുട്ടയൊക്കെ ആക്കി കൊടുത്ത് പിന്നെ അതും കഴിച്ചിട്ട് ജിമ്മിലേക്ക് പോവുക ചെയ്യാം. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ കുറച്ച് പച്ചടിയും കർമൂസിൻ്റെ ഒരു ഓലന ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ അച്ചാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം പച്ചക്കറിയൊക്കെ തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെല്ലാം കൊണ്ട് മുഴുവനായിട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള കഷ്ണങ്ങൾ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം ഇനി രാത്രിയേക്ക് ഏട്ടൻ മീൻ കൊണ്ടുവരികയാണെങ്കിൽ മീൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ കോഴിമുട്ടയോ അതല്ലെങ്കിൽ പപ്പടമോ അങ്ങനെ എന്തെങ്കിലും കാച്ചിയിട്ട് അങ്ങനെ ചോറുണ്ടോളൂ. പിന്നെ വേഗം അടിച്ചു വാരി വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ യൂണിഫോം 2 ഉള്ളത്. അപ്പോൾ ദിവസവും കഴുകിയിട്ടിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ വേഗം കല്ലിൽ കഴുകിയിട്ട് മേലെ കഴുകിയിട്ട് വരിക ചെയ്യാം. അപ്പോഴേക്കും തന്നെ അവനും ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഡ്രയറിലിട്ടിട്ട് ആറിയിടണം, പുറത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ നല്ല മഴയായതുകൊണ്ട്. അപ്പോൾ കുറേ ദിവസത്തെ ആറിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് മടക്കി വെക്കാനുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല. അപ്പോൾ 2-3 ദിവസമൊക്കെ ആവും ആറിയിട്ടത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മെഷീനിലിടുക 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ വീട്ടിലിടുന്നതോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ. അല്ലാണ്ട് ഓഫീസിൽ പോകുമ്പോഴുന്നതും മോൻ്റെ യൂണിഫോമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയിടുക ചെയ്യാം. പിന്നെ ആറിയിട്ട തുണിയൊക്കെ മോൻ്റെതൊക്കെ അവൻ വന്നിട്ട് എടുത്തുവെച്ചോളും. പിന്നെ ഞങ്ങളതും എടുത്തിട്ട് ഞാനങ്ങ് താഴേക്ക് പോയതാണ്. അപ്പോഴേക്കും തന്നെ വിളക്കെത്തിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുറത്ത് നല്ല മഴയാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്കൊന്നും കത്തിക്കാൻ നിന്നില്ല, പൂജ റൂമിൽ മാത്രം കത്തിച്ചിട്ട് പിന്നെ വിളക്ക് കത്തിച്ചതിന് ഒക്കെ ശേഷം പിന്നെ ആരും ഇല്ലല്ലോ വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ സൈലൻ്റായി ഇരിക്കും കേട്ടോ. അപ്പം കുറച്ച് സമയം ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നല്ല മനസ്സിനൊരു നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ഏത് സമയത്ത് ഇങ്ങനെ തിരക്കല്ലേ, അപ്പോൾ ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ മൈൻഡ് ഒന്ന് കൂളാക്കി വെക്കുമ്പോൾ നല്ലൊരു ഒരു സമാധാനമാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പിന്നെ പാത്രമൊക്കെ ബാക്കിയുള്ളതെല്ലാം കഴുകി വെച്ച് പിന്നെ ഞാൻ രാത്രിക്ക് എനിക്ക് ചോറ് വേണ്ട. അപ്പോൾ എല്ലാ ദിവസമൊന്നും ചോറ് രാത്രി കഴിക്കില്ല, ഇടയ്ക്കേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ദോശമാവ് ഉള്ളതുകൊണ്ട് ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചത്. പിന്നെ തക്കാളീനെ കൊണ്ടൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഏട്ടന് ഇടക്കിടക്ക് കട്ടൻ ചായ വേണം. അപ്പം ഞാൻ ഫ്ലാസ്കിൽ കട്ടൻ ചായയോടെ ഒഴിച്ച് വെച്ചാൽ ആൾ ആവശ്യത്തിന് എടുത്ത് കുടിച്ചോളും. പിന്നെ ഒരു വലിയ ഉള്ളിയും 2 ചെറിയ തക്കാളിയും ഒക്കെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതില്ലേ സാമ്പാർ പരിപ്പും ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളത്. പിന്നെ സാദാ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അതിട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ചൂട് തണിയുന്നപ്പോഴേക്കിനും മാവൊക്കെ ഞാൻ ഉപ്പെല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴേക്കും പിന്നെ അത് തണിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വേണമെങ്കിൽ വറവിടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വറവിടാനൊന്നും നിന്നില്ല. അങ്ങനെ പിന്നെ 2 നെയ്റോസ്റ്റും ചുട്ട് അതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചതാണ്. ഇവരൊക്കെ എന്ന് വെച്ചാൽ വരാനും ലേറ്റാവും. പിന്നെ വന്നതിന് ശേഷമാണെങ്കിൽ അപ്പം ഒന്നും കഴിക്കൂല, 10 മണിയൊക്കെ ആവും. എനിക്കാണെങ്കിൽ ഈ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കും, നേരത്തെ തന്നെ എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കും. പിന്നെ മോനും വന്ന് കുറേ നേരം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പഠിച്ചിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ
അവരൊക്കെ ഓരോ സമയത്തിന് കഴിച്ചോട്ടെ എന്നിരിക്കും. അച്ഛനും മോനും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചോളും. അപ്പോഴേക്കും തന്നെ ഞാൻ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കി ചട്നിയും കൂട്ടിയിട്ട് അത് കഴിച്ച് പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളുള്ളത് ദോശ ഞാൻ കഴിച്ചതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വരില്ല. പിന്നെ എന്താ വെച്ചാൽ അവർ വന്നതിന് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ അവർ കഴിച്ചിട്ട് പാത്രമൊക്കെ അവർ കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ അച്ഛനും മോനും കൂടി ഇപ്പോൾ പറയും ഇന്നലെ ഞാനാ ചെയ്തത് ഇന്ന് അച്ഛനാ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടാവും. ഞാനത് മൈൻഡാക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് തന്നെ പറ്റൂലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ രാവിലെ ആരും ഹെൽപ്പ് ഉണ്ടാവില്ല എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ വൈകുന്നേരം വന്നാൽ ആൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ എനിക്കും അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വേഗം തന്നെ ഫ്രീ ആയാലേ എനിക്ക് എഴുതാനൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും മോനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതാൻ വേണ്ടി പുസ്തകമൊക്കെ എടുക്കുമ്പോഴേക്കിനും ഏട്ടനും എത്തി. പിന്നെ നമ്മളെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതല്ലെങ്കിൽ പിന്നെ എന്താ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അപ്പോൾ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വായിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സമയം കണ്ടത് എന്താണോ ഇഷ്ടം സിനിമ കാണാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒക്കെ ചെയ്യാം. കൃത്യസമയത്തിന് ഉറങ്ങുക, ഒരു 6-7 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ നമ്മളെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അവനവനെ സ്നേഹിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മളെ കാര്യങ്ങൾ നമ്മളെ ലൈഫും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാനും കഴിയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.